എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Innocence, understanding, blessing, splendor, spiritual practice and concentration. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു നിഷ്കളങ്കത, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിങ്ങളുടെ ബാല്യത്തിൽ, അതായത് പലരും നമ്മൾ പറയാറുണ്ട്, പലരും ഒരു കാലത്ത് അല്ലെ ചെറുതായിരുന്നപ്പോൾ ചില പാരൻസ് പറയാറ് കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ വലുതായപ്പോൾ അതുപോലെയൊന്നുമല്ല, അല്ലെങ്കിൽ വളരെ കുരുത്തക്കേടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു മാറ്റം പറയുന്നുണ്ട്. പലരുടെയും ജീവിതത്തിലൊരു മാറ്റം, അതായത് ഒരു വ്യക്തി എന്തായിരുന്നു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തി മാറുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങളുമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു യാത്രക്കിടയിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിഷ്കളങ്കതയും നിങ്ങളുടെ ആ ഒരു എല്ലാത്തിനോടുമുള്ള ക്യൂരിയോസിറ്റി, കാര്യങ്ങളോടും പലതിനോടുമുള്ള ഒരു ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഇന്നസെൻസ് നിങ്ങൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. പല കാര്യങ്ങളും നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അതായത് പ്രണയമോ സ്നേഹമോ ഒരു സ്വയമുള്ള റെസ്പെക്റ്റോ ഒക്കെ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുക. കുറേ കാലങ്ങളായിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടിട്ട് പലരും ജീവിതത്തിൽ നിങ്ങളെ തന്നെ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സാഹചര്യമായിരിക്കാം. കാലങ്ങളായിട്ട് ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള അതങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ അടുത്തിടയ്ക്കായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ ചെയ്തത് അങ്ങനെ ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കത, നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോയിട്ടുള്ള നിഷ്കളങ്കത നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി സിറ്റുവേഷനിൽ സന്തോഷകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ബന്ധത്തിലിപ്പോൾ അത് അച്ഛനമ്മമാരും മക്കളും കുട്ടികളും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ പ്രണയിക്കുന്നവരോ തമ്മിൽ ആയിക്കൊള്ളട്ടെ, ബന്ധങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോകുന്ന ഈ ഒരു വഴി ഇതാണോ ശരിയായിട്ടുള്ള വഴി എന്നുള്ളൊരു ചിന്തയുള്ളവരിൽ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു ആ പഴയ കുട്ടിയായിട്ട് മാറുകയാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ട്, ക്യൂരിയസ് ആയിട്ട്, എല്ലാം അറിയാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കുട്ടിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു. നമ്മൾ കാലാകാലങ്ങളായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളിലേക്ക് വരുന്ന കുറേ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള ഐഡിയാസും ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, അത് തിരിച്ച് നിങ്ങൾ വീണ്ടും അതൊക്കെ മാറ്റി എല്ലാം വളരെ ഇന്നസെൻ്റ് ആയിട്ട്, വളരെ ഒരു സ്നേഹത്തോടു കൂടിയിട്ടും ആ ഒരു ഫ്രീഡം നിങ്ങളുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. അതായത് ഫ്രീഡം ഫ്രം ഫിയർ, ആ ഒരു ഭയം, ഉൾഭയത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. അതായത് നിങ്ങൾ ഒന്നിനെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, വറീസ്, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചിന്താഗതികൾ, നിങ്ങൾക്ക് ചിന്തയ്ക്ക് കടിഞ്ഞാണിടാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരുന്നത് അണ്ടർസ്റ്റാൻഡിങ് എനർജി ആണ് നെക്സ്റ്റ് വന്നിട്ട്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പലപ്പോഴും പലരും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. സ്വയം നമ്മളെ മനസ്സിലാക്കത്തില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു വിഷൻ ഉണ്ട്. ഇനി ഞാൻ എന്താണ് ലൈഫിൽ നേടേണ്ടത്, ഇനി ലൈഫിൽ നേടുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഏത് വഴിയിലേക്കാണ് ഞാൻ മുന്നോട്ടേക്ക് പോകേണ്ടത്, ഇപ്പോഴത്തെ ഒരു കറണ്ട് സർക്കംസ്റ്റൻസസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് മാറ്റം വരുന്നത്. ചിന്താഗതിയിൽ മാറ്റം വരുന്നത് കൂടെ എല്ലാത്തിലും മാറ്റം വരുന്നു. കാരണം നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റും, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ചിന്തയിലുള്ള ലിമിറ്റിംഗ് തോട്ട്സ് നിങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വലിയൊരു നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം ഉണ്ടായിരുന്നല്ലോ,
ആ ഒരു ഭയം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അത് ആ ഒരു ഭയം കൊണ്ടാണ് ഞാൻ മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകാതിരുന്നത് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ, ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെയല്ല, അവർക്ക് എന്തുണ്ട് അത് വെച്ചിട്ടല്ല, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ ഒരു ചിന്തകളിലൊക്കെ മാറ്റം വരുമ്പോൾ ആ മുകളിലുള്ള ശക്തി, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി, ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയായാലും, ഗണപതി ഭഗവാന്റെ അനുഗ്രഹം, നിങ്ങൾ പുതിയതായിട്ട് എന്തോന്ന് തുടങ്ങുന്നുണ്ട്, ആ ഒരു തുടക്കത്തിൽ നമുക്കറിയാം വിഘ്നേശ്വരൻ സകല വിഘ്നങ്ങളും അകറ്റി നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ ഒരു എല്ലാ തടസ്സങ്ങളും, മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ ആ ഒരു ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നൊരു സമയമാണ്. നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ, കിട്ടാതെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു മാസമാണ്. കാരണം ആ ഒരു ദൈവാനുഗ്രഹം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ദൈവം മുന്നിൽ വന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു പ്രതീതി, ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. വളരെ വലിയൊരു അനുഗ്രഹം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്പ്ലെൻഡർ എനർജി തന്നെയാണ് ആ അനുഗ്രഹം എന്ന് പറയുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാവാം ഇത് എന്നുള്ളത്. എല്ലാ അർത്ഥത്തിലുള്ളൊരു ഒരു പ്രത്യേകതരം അനുഭൂതിയാണ് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ ഒരു അനുഭൂതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം നമ്മളെ പഴിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ തിരിച്ചു നിങ്ങളെ വീണ്ടെടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം വരുന്നുണ്ട്. ചില ആളുകൾ വിവാഹം കാത്തിരിക്കുന്നവരാണെങ്കിൽ വിവാഹം നടക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രണയം എത്തുന്നു എന്ന് പറയാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രണയ വിവാഹമായിരിക്കും, ലവ് മാരേജ് ആയിരിക്കും. അതല്ല എങ്കിൽ ഒരു പ്രണയത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാവും. അതുപോലെ തന്നെ ഒത്തിരി ഹീലിംഗ് നടക്കുന്ന സമയമാണ്. നിങ്ങൾ പലരും ബാല്യകാലത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ ടോക്സിക് പാരൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് പുറകോട്ടേക്ക് നിൽക്കുന്നതായിരിക്കും, നിങ്ങളുടെ പാരൻസ് തമ്മിൽ ഒത്തുപോയിട്ടുണ്ടാവില്ല. പല സിറ്റുവേഷനിൽ അച്ഛനമ്മമാർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങൾ പല രീതിയിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, അത് നിങ്ങൾ ചിലപ്പോൾ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള വാചകങ്ങൾ, അനാവശ്യമായിട്ട് എല്ലാത്തിനും വഴക്ക് പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഒത്തിരി ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നു. ഹീലിംഗ് ആണ് ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നത്. പല തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ്. എല്ലാ എനർജീസും ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി ട്രാൻസ്ഫോർമേഷനാണ്. അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസ്ഫോർമേഷൻ, ബ്ലെസ്സിങ് ട്രാൻസ്ഫോർമേഷൻ, സ്പ്ലെൻഡർ, സ്പിരിച്വൽ പ്രാക്ടീസ്, കോൺസെപ്റ്റ്, എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ചേഞ്ച്, മാറ്റം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ദൈവാനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ്. നെക്സ്റ്റ് വന്നിട്ട് സ്പിരിച്വൽ പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങളിൽ പല ആളുകളും കുറച്ച് നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആഡംബരം, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കുറച്ച് താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ദൈവിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യക്കുറവുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തി ആണെങ്കിൽ പോലും നിങ്ങൾ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആവുന്നുണ്ട്. സ്പിരിച്വൽ, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങൾ ആത്മീയതയിലേക്ക് കൂടുതൽ കടക്കുന്നുണ്ട്. ചില ആളുകൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ, അതായത് യഥാവിധി പ്രകാരം യൂട്യൂബ് അതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടല്ല, ഡയറക്റ്റ്ലി അതറിയുന്ന വ്യക്തികളുടെ അടുത്ത് പോയിട്ട് പഠിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ആ ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ഭക്തിമാർഗങ്ങളും പള്ളികളോ അമ്പലങ്ങളോ ഒക്കെ സന്ദർശിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അതേപോലെ കോൺസെൻട്രേഷൻ എനർജിയാണ് ഈ ഒരു കോൺസെൻട്രേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പല അർത്ഥത്തിലും നിങ്ങൾ വിട്ടുപോയിട്ടുള്ള, അതായത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നുപോയിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ചില ആളുകളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ കുടുംബത്തിന് നിങ്ങൾ ചിലപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് കാണും. അതായത് സമ്പത്ത്. ഇപ്പോൾ പലരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ
പ്രത്യേകിച്ച് ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന വൈഫ് ജോലി ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ വേണ്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ, സംസാരങ്ങളോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ കുട്ടികളായിട്ട് സമയം ചിലവഴിക്കുക, പാരൻസായിട്ട് ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വിട്ടുപോയിട്ടുള്ളതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുകയാണ് എവിടേക്കാണ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത്, എന്തൊക്കെയാണ് വിട്ടുപോയിട്ടുള്ളത്, അത് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്ത് മൊത്തത്തിൽ കുടുംബജീവിതത്തിലും ജോലിയിലും എല്ലാ ഏരിയയിലും ഒരു ചേഞ്ച്, ഒരു മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം. ഈ ഒരു മാസത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.